السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. الحمد لله. അൽഹംദുലില്ലാ. ലജ്നയുമായില്ല. രണ്ടാമത് ഒരു തവണ കൂടി ലജ്നയുമായിലേക്ക് ഇസ്തിമ സംഘടിപ്പിക്കാനുള്ള തൗഫീക്ക് ലഭിച്ചിരുന്നു. ഇന്ന് ലജ്നയുമായില്ല ബംഗ്ലാദേശും നമ്മോടൊപ്പം MTA മുഖേന ഈ പരിപാടിയിൽ അവരുടെ ഇസ്തിമ അവിടെ സംഘടിപ്പിക്കുന്നുണ്ട്. അത് മുഖേന അവർ ബന്ധപ്പെടുകയാണ്. വിവിധ പ്രോഗ്രാമുകൾ ഇതിനിടയിൽ സംഘടിപ്പിക്കുകയുണ്ടായി. ഈ വേളയിൽ ഈ പ്രോഗ്രാമുകൾ ഇസ്തിമകളിൽ വിവിധ പ്രോഗ്രാമുകൾ നടക്കുന്നത് ദീന്, അതുപോലെ തന്നെ ആത്മീയതയിലും ദീനിലും ഉള്ള അഭിവൃദ്ധിക്ക്, അതുപോലെ തന്നെ ലജ്നയുടെയും നാസ്രാത്തിൻ്റെയും ധാർമ്മികമായ സ്വഭാവപരമായ സംസ്കരണത്തിനും, അതുപോലെ തന്നെ അവരുടെ ദീനി പരിജ്ഞാനം വർദ്ധിക്കുന്നതിനും അവരുടെ ശാരീരികവും ബൗദ്ധികവുമായുള്ള ശക്തി ആർജിക്കുന്നതിന് വേണ്ടിയാണ് യഥാർത്ഥ ലക്ഷ്യം ഇതുകൊണ്ടുള്ളത്. ഇതിൽ പങ്കെടുക്കുന്ന ഈ ഇസ്മയിൽ പങ്കെടുക്കുന്ന എല്ലാ അംഗങ്ങളുടെയും ശാരീരികവും അതുപോലെ തന്നെ ബൗദ്ധികവും ആയിട്ടുള്ള കഴിവുകൾ പ്രോത്സാഹിക്കപ്പെടുക. അതുപോലെ തന്നെ ഇതിൻ്റെ ദൂരവ്യാപകമായ ഫലം എന്ന് പറയുന്നത് അവർ യഥാർത്ഥ വിശ്വാസിനികളായി മാറുക എന്നതാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ എല്ലാ ഭാഗത്തും 4 ഭാഗത്തും കാണുന്നത് ഭൗതികത അതിൻ്റെ കൊടുമുടിയിലെത്തിയിരിക്കുകയാണ്, പാരമ്യതയിലെത്തിയിരിക്കുകയാണ്. മിക്കവരും ഭൗതികതയിലും ലൗകികതയിലും കൂപ്പുകുത്തിയിരിക്കുകയാണ്, ഭൗതികമായ ആഗ്രഹങ്ങളിൽ അധപ്പതിച്ചിരിക്കുകയാണ്. അവർ കരുതുന്നത് എല്ലാ വസ്തുക്കളും ഈ ലോകത്ത് തന്നെ ഉള്ളത് ആണ്, നമ്മുടെ ജീവിത ലക്ഷ്യം തന്നെ ഈ ലോകമാണ്, അത് തന്നെയായിരിക്കും അവരുടെ ചിന്ത മുഴുവനും. ഇങ്ങനെയുള്ള ഈ ഭൗതികത എന്ന് പറയുന്നത് വളരെ അപകടകരമായ ഒരു അവസ്ഥയാണ്. മനുഷ്യൻ്റെ ഈ ഒരു വിശപ്പ് ഒരിക്കലും തീരുന്നില്ല. അവൻ ഇനിയും വേണം എന്ന് ഭൗതികതയിൽ അവൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ കാലത്ത് മനുഷ്യർ. ഹുസൂർ പറയുന്നു, അഹമ്മദി മുസ്ലിം എന്ന നിലയിൽ നമ്മുടെ യഥാർത്ഥ വെല്ലുവിളി എന്നത് നമ്മൾ സ്വയം ഈ ലോകത്ത് നിന്നുള്ള ലൗകികതയുടെയും ഭൗതികതയുടെയും കെട്ടുപാടുകളിൽ നിന്ന് രക്ഷപ്പെടുക എന്നതാണ്. സ്വയം രക്ഷപ്പെടുക എന്ന് മാത്രമല്ല, വരും തലമുറകളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നാണ്. അവരിലും ഒരിക്കലും ബന്ധം വിച്ഛേദിക്കപ്പെടാത്ത ബന്ധം അള്ളാഹുമായി സ്ഥാപിക്കുക, സുദൃഢബന്ധം സ്ഥാപിക്കുക എന്നതാണ്. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ തർബിയത്ത്, പരിപാലനത്തിൻ്റെ, ശിക്ഷണത്തിൻ്റെ ഉത്തരവാദിത്വം നമ്മളിലാണ് അർപ്പിതമായിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം, കൂട്ടായ ഉത്തരവാദിത്വം നമുക്കുണ്ട്. അവരുടെ ശിക്ഷണപരമായ കാര്യവും നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. യഥാർത്ഥ മോക്ഷം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ സമക്ഷത്തിലുള്ളത്, അള്ളാഹുവിൻ്റെ ആരാധനകളിലാണ് നമുക്ക് മോക്ഷം പ്രാപ്യമാക്കുക. അതുകൊണ്ട് എല്ലാ അഹമ്മദികളും സ്ത്രീ പുരുഷന്മാരുടെയും ചുമലിലുള്ള ഒരു വലിയ ഉത്തരവാദിത്വം ആണ് ഇത്. ഈ കാലഘട്ടത്തിൽ നിശ്ചയമായും ഈ ലോകത്തുണ്ടാകുന്ന പ്രശ്നങ്ങളുടെയും കലഹങ്ങളുടെയും അടിസ്ഥാന കാരണം അത് കുടുംബത്തിലാകട്ടെ, വീടുകളിലാകട്ടെ, സമൂഹത്തിലാവട്ടെ, അത് മനുഷ്യൻ്റെയും ദൈവവും തമ്മിലുള്ള ബന്ധത്തിലുള്ള അകൽച്ചയാണ്. അകന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ്റെ ദൈവത്തിൻ്റെയും ബന്ധത്തിൽ വിള്ളലുണ്ടാകുന്നു, അകൽച്ചയുണ്ടാകുന്നു. ലോകത്തിലുള്ള വൻശക്തികൾ കരുതുന്നത് അവർ തന്നെയാണ് ദൈവം എന്നാണ്.
അവർ ഭൗതികതയിൽ കൂപ്പുത്തിയിരിക്കുകയാണ്. അവർ ഷിർക്കിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അവർ ബഹുദേവാരാധനയിലാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ അവർക്ക് പ്രതീതിയുള്ളത് ഉളവാക്കപ്പെടുന്നത് ഏതെങ്കിലും തരത്തിൽ ചതുരംഗത്തിലുള്ള ഓരോ കരുക്കളെ പോലെയാണ് അവർ നീങ്ങുന്നത്. അവരുടെ ഭൗതികമായ ലക്ഷ്യം മാത്രമാണ് അവർക്കുള്ളത്. വിവിധ ഏജൻസികളും ഉള്ളത് സ്ത്രീകളെയും ഈ കാര്യങ്ങൾക്ക് വേണ്ടി, ഭൗതികതയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു, ദുരുപയോഗപ്പെടുത്തുന്നു. പുരുഷന്മാരെ തിന്മകളിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ഏജൻസികളും സ്ത്രീകളെയാണ് കരുക്കളായി ഉപയോഗിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് തന്ത്രങ്ങളും ഉപായങ്ങളും പൊതുവെ സാധാരണമായി ഉപയോഗപ്പെടുകയാണ് ഇന്നാളുകളിലുള്ളത്. അതുകൊണ്ട് സമൂഹത്തിലുള്ള രഹസ്യങ്ങളും അതുപോലെ തന്നെ ആന്തരിക കാര്യങ്ങളും അതൊക്കെ മറച്ചു വെക്കാനുള്ള ഒരു ആയുധമാണ് ഇവരുടെ മുന്നിലുള്ളത്. അത് വളരെ അപകടകരമാണ്. സ്ത്രീകളെക്കുറിച്ചുള്ള വലിയ വലിയ വീരവാദങ്ങളും അവരെക്കുറിച്ചുള്ള മുദ്രാവാക്യങ്ങളും ഉണ്ട്, അവരുയർത്തുന്നു. എന്നാൽ അവരെക്കുറിച്ചുള്ള മഹത്വമോ അവരോടുള്ള ആദരവോ ഇല്ല. പ്രത്യേകിച്ച് ഈ അവസ്ഥയിൽ അഹമ്മദി വനിതയുടെ കടമ എന്നത് സ്ത്രീയുടെ യഥാർത്ഥ അവകാശങ്ങൾ അവർക്ക് നൽകണം, അവർക്ക് എത്തിക്കണം. അത് നന്മ, തഖ്വ, ഭയഭക്തി, അതുപോലെ തന്നെ ഉന്നത ധാർമ്മികത, ഇത് നേടാനുള്ള അവർക്കുള്ള അവകാശം അവർക്ക് നൽകണം. ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്, സ്ത്രീകൾ സ്വയം സംരക്ഷണം, ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള ഉത്തരവാദിത്വമുണ്ട്. അവരുടെ തലമുറയെ, അവരുടെ സന്താനങ്ങളെ തർബിയത്ത് ചെയ്യണം, സമൂഹത്തിനെ പരിവർത്തിക്കണം. നിങ്ങൾക്ക് വരുന്ന ചിന്ത, നിങ്ങൾക്ക് എങ്ങനെ വ്യക്തിപരമായ നിലയിൽ ലോകത്തെ രക്ഷിക്കാനാവും എന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം. ഇതിന് മറുപടി ഇതാണ്: ഈ ജോലിക്ക് വേണ്ടി നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ ഇത് തുടങ്ങണം. സ്ത്രീകൾ നിസ്സംശയം തങ്ങളുടെ വീടുകളിൽ വളരെ അടിസ്ഥാനപരമായ പങ്കാണ് വഹിക്കുന്നത്, റോളാണ് വഹിക്കുന്നത്. അവർക്ക് അള്ളാഹു പ്രത്യേക കഴിവ് നൽകിയിട്ടുണ്ട്. വീടുകളുടെ കാര്യങ്ങളെ ശരിയാക്കാൻ അവർക്ക് അള്ളാഹു കഴിവ് നൽകിയിരിക്കുന്നു. അവർ പുരുഷന്മാരിൽ നല്ല സ്വാധീനം, മക്കളിലും സഹോദരന്മാരിലും കുടുംബമിത്രാദികളിലും ഒക്കെ തന്നെ നല്ല സ്വാധീനം അവർക്ക് ചെലുത്താൻ സാധിക്കുന്നു. അങ്ങനെ പടിപടിയായി ക്രമേണ ഈ ഒരു സമാധാനവും ശാന്തിയും സഹിഷ്ണുതയും ലോക സമാധാനത്തിന് ജാമ്യമായി മാറുന്നതാണ്, നിമിത്തമായി മാറുന്നതാണ്. മക്കളാകട്ടെ, മരുമക്കളാകട്ടെ, അതുപോലെ തന്നെ മാതാക്കളാകട്ടെ, അമ്മായിയമ്മമാരാകട്ടെ, ഇവരെല്ലാവരും തന്നെ അവർ സമൂഹത്തിലുള്ള പ്രശ്നങ്ങളും കുഴപ്പങ്ങളും അവസാനിപ്പിക്കാൻ ഇവർക്കാണ് പ്രധാനമായി പങ്കുവഹിക്കാൻ സാധിക്കുക. റോൾ ഇവരുടേതാണുള്ളത്. ഇവർ പരസ്പരമുള്ള ബന്ധങ്ങൾ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയുമായി, അതുപോലെ തന്നെ സഹാനുഭൂതിയോടെയും കൂടി നിലനിർത്തേണ്ടതുണ്ട്. അത് മറ്റുള്ളവരും വളർത്തിയെടുക്കേണ്ടത്. നിങ്ങളുടെ ശബ്ദത്തോടൊപ്പം നിങ്ങളുടെ എല്ലാ കഴിവുകളെയും ശാന്തി സമാധാനത്തിന് വേണ്ടി, അത് പരിപോഷിപ്പിക്കാൻ വേണ്ടി, ഒരു വീട്ടിൽ, കുടുംബത്തിൽ, സമൂഹത്തിൽ സ്നേഹത്തിൻ്റെ അന്തരീക്ഷം സംജാതമാക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഇതൊക്കെ ഫലപ്പെടുത്തേണ്ടതുണ്ട്, പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. നിങ്ങൾ ധാർമ്മികതയും സൽസ്വഭാവങ്ങളും അതുപോലെ ലജ്ജയും ഈ കാര്യങ്ങളിൽ നിങ്ങൾ മാതൃകയാകണം. സ്ത്രീ പുരുഷന്മാരുടെ ഇടയിലുള്ള ഇടകലർ, ഒരു വേർതിരിവുമില്ലാത്ത, പർദ്ദയില്ലാത്ത, മറയില്ലാത്ത ഈ ഒരു ഇടപെടൽ, സാമൂഹിക ഇടപെടലിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടണം, മറ്റുള്ളവരെ രക്ഷിക്കണം. സമൂഹത്തിലുള്ള ഈ പ്രവണത, സമൂഹത്തിൽ കണ്ടുവരുന്നത് കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ സ്വയം രക്ഷപ്പെടണം. ഈ സാമൂഹിക പ്രവണതയിൽ നിന്ന് വിട്ടു നിന്ന് നിങ്ങൾ സ്വയം രക്ഷ നേടണം. അതിനുവേണ്ടി ദീനിൻ്റെ അധ്യാപനങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒഴിവാക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ഹിജാബ്, അതുപോലെ തന്നെ പർദ്ദ, അതുപോലെ തന്നെ ലജ്ജയൊക്കെ നമ്മൾ ഉപേക്ഷിക്കാൻ വരുന്നത്. അങ്ങനെ പതിയെ പതിയെ നിർലജ്ജയും ലജ്ജയില്ലായ്മയും അതുപോലെ തന്നെ മോശവും തിന്മകളും വ്യാപിക്കുകയാണ്. സമൂഹത്തിൻ്റെ പരസ്പര സ്ത്രീ പുരുഷന്മാരുടെ കലരുകൾ, അതുപോലെ തന്നെ സൗഹൃദം എന്ന് പറയുന്നത് വളരെ അപകടകരമായ കാര്യത്തിലേക്കായിരിക്കും കൊണ്ടെത്തി കലാശിക്കുക. ഇത് മുഖേന സ്ത്രീകൾ പുരുഷന്മാരുമായി ബന്ധപ്പെട്ട് കൊണ്ട് മറ്റ് സ്ത്രീകളുടെ അവകാശധ്വംസനമാണ് അവർ നടത്തുന്നത്. അങ്ങനെ കുടുംബ കലഹങ്ങൾ ഉണ്ടാക്കുന്നു. ഇതിൻ്റെ വളരെ അപായകരമായ ഒരു പരിണാമമാണ് സംഭവിക്കുന്നത്. മറ്റുള്ളവരുടെ കുടുംബങ്ങൾ തകർന്നു പോകാൻ ഇത് കാരണമാകുന്നു. സ്ത്രീ പുരുഷന്മാരുടെ സ്വതന്ത്രമായ വിഹാരം, സ്വച്ഛ വിഹാരങ്ങൾ കാരണം. അതുകൊണ്ട് അള്ളാഹു ലജ്ജയെ, നാണത്തെ
ഒരു മര്യാദയെ, ഒരു വിശ്വസ്യായ, ഒരു തഖ്വയുള്ള ഭയഭക്തിയായ ഒരു സ്ത്രീയുടെ ദീനിൻ്റെ പ്രധാന വശമായി, പ്രധാന ഭാഗമായി അള്ളാഹു കണക്കിലാക്കിയിരിക്കുന്നത് ഈ ലജ്ജയാണ്. ഒരു മുസ്ലിം സ്ത്രീ തൻ്റെ ഉള്ളിൽ ഈ ഒരു ഹയയുടെ, ഈ ഒരു ലജ്ജയുടെ, ഈ മോഡസ്റ്റിയുടെ, മാന്യതയുടെ ശീലം ഉണ്ടാക്കുകയാണെങ്കിൽ ഇത്തരം ദുഷ്പരിണാമങ്ങൾ ഒരിക്കലും തന്നെ സംഭവിക്കുന്നതല്ല. സ്ത്രീകളുടെയും പുരുഷങ്ങളുടെയും ഇടയിലുള്ള അവിഹിത ബന്ധങ്ങൾ ഒരിക്കലും സ്ഥാപിതമാകില്ല. അതുകൊണ്ട് അഹമ്മദ് സ്ത്രീകളും യുവതികളും കുട്ടികളും പെൺകുട്ടികളും എപ്പോഴും ഈ തങ്ങളുടെ ഇടയിൽ ഒരു അതിരുകൾ നിശ്ചയിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഇടയിലുള്ള ഒരു വ്യത്യാസം ഉണ്ടാക്കേണ്ടതുണ്ട്. ഒരിക്കലും തന്നെ ലജ്ജയില്ലായ്മ അവരിൽ നിന്ന് വെളിപ്പെടരുത്. അത് ഒരു കാര്യവും അവരെ അതിലേക്ക് നയിക്കരുത്, സ്വാധീനിക്കരുത്. അഹമ്മദി സ്ത്രീകൾ ഇസ്ലാമിക അധ്യാപനങ്ങളെ, ആദർശങ്ങൾ മുറുകെ പിടിക്കേണ്ടതാണ്. അവർ വളരെ അഭിമാനകരമായി തങ്ങളുടെ ചരിത്രത്തെയും തങ്ങളുടെ ലജ്ജയെയും മുറുകെ പിടിക്കേണ്ടത്. അള്ളാഹുമായുള്ള ബന്ധത്തെ, ലോകത്തുള്ള എല്ലാ ബന്ധത്തെയും ലോകത്തുള്ള എല്ലാ ആഗ്രഹങ്ങളെക്കാളും ഉപരിയായി അതിന് മുൻഗണന നൽകേണ്ടതാണ്. ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് എവിടെയൊക്കെയാണ് ഈ നിർലജ്ജ, ലജ്ജയില്ലായ്മയുടെ അപകടമുള്ളത്, അവിടെ നിന്നൊക്കെ നിങ്ങൾ സൂക്ഷിക്കണം, അവിടെയൊക്കെ നിങ്ങൾ സ്വയം രക്ഷിക്കണം. എപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ടത് ദൈവ പ്രീതിയും ദൈവ സംതൃപ്തിയും മാത്രമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് എല്ലാ അഹമ്മദി യുവതികളും യുവാക്കളും പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതും അവരുടെ ചാരിത്രത്തെ, അവരുടെ മാന്യതയെ, അവരുടെ ഈ രഹസ്യങ്ങളെ അവർ മറ്റുള്ളവരിൽ നിന്നും സംരക്ഷിക്കണം. അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുന്ന അവരുടെ ലക്ഷ്യമായി അവർ കണക്കാക്കണം. അള്ളാഹുമായുള്ള സുദൃഢ ബന്ധം സ്ഥാപിതമാക്കണം. തിന്മകൾ വ്യാപരിക്കുന്നുണ്ട്. നന്മകൾ വരികയും പോവുകയും ചെയ്യുന്നത് നമ്മൾ എന്തെങ്കിലും സ്വന്തമായിട്ട് ചെയ്യുമ്പോഴാണ്. നമ്മുടെ വ്യക്തിത്വത്തിൽ സ്ഥിരമായ സ്ഥായിയായ നന്മ ഉളവാകുന്നത് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുകയും നമ്മൾ അത് ഉദ്ദേശിക്കുകയും അങ്ങനെ നന്മയിലേക്ക് നമ്മൾ അറിഞ്ഞുകൊണ്ട് ബോധപൂർവമുള്ള നമ്മുടെ ചുവടുവയ്പ്പുകൾ കൊണ്ട് മാത്രമാണ്. അങ്ങനെ ആകുമ്പോൾ മാത്രമേ നമ്മുടെ ജമാഅത്തിന് നിരന്തരം തഖ്വയുടെയും അതുപോലെ തന്നെ പരിശുദ്ധിയുടെയും കാര്യത്തിൽ പടിപടിയായി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ അഭിവൃദ്ധിയുടെ പുതിയ പടവുകൾ അവർക്ക് താണ്ടാൻ സാധിക്കുകയുള്ളൂ. ജമാഅത്തിന് എപ്പോഴും അഭിവൃദ്ധി ഉണ്ടാക്കിയുള്ളൂ. എപ്പോഴും നമ്മുടെ കുട്ടികളുടെയും തർബിയത്ത്, ശിക്ഷണത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ എപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കേണ്ടത് അവരെ വളരെ മികച്ച സന്താനമാകാൻ, അവരുടെ ധാർമ്മികത, അവരുടെ സൽസ്വഭാവം മുന്തിയതാക്കി തീരാൻ വേണ്ടിയാണ് ശ്രമിക്കേണ്ടത്. അതുകൊണ്ട് എല്ലാ ലജ്ന മെമ്പർമാരും അവരുടെ ഹൃദയം എപ്പോഴും അസ്വസ്ഥഭരിതമാകണം, എപ്പോഴും ഇതിനെക്കുറിച്ചുള്ള ചിന്താകുലരായിരിക്കണം. എങ്ങനെയാണ് മനുഷ്യകുലം അള്ളാഹുവിൽ നിന്നും തൻ്റെ സ്രഷ്ടാവിൽ നിന്നും അകന്നു പോകുന്നതിനെ കുറിച്ച് അവർക്ക് വ്യാധിയുണ്ടാകണം, ചിന്തയുണ്ടാകണം. നിങ്ങളുടെ അങ്ങേയറ്റത്തെ ചിന്തയും അത് നിങ്ങളുടെ ഹൃദയത്തിന് വേദനയും നൊമ്പരം ഉളവാക്കുന്നതുമായിരിക്കണം. നിങ്ങളെ എല്ലാ തരത്തിലും പരിശ്രമിക്കേണ്ടത് ആത്മീയവും അതുപോലെ തന്നെ ധാർമ്മികവുമായുള്ള അപജയത്തിൽ നിന്നും ലോകത്തെ രക്ഷിക്കാനുള്ള നിങ്ങളുടെ പങ്ക് നിങ്ങൾ വഹിക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ഈ അനുഗ്രഹീതമായ നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്നും ലഭിച്ച ഈ സൂക്ഷിപ്പ് മുതൽ അമാനത്തിന് നിങ്ങൾ നിറവേറ്റേണ്ടതുണ്ട്. അള്ളാഹുമായി ബന്ധം സ്ഥാപിക്കുമ്പോൾ മാത്രമേ അത് നമുക്ക് സാധ്യമാകുകയുള്ളൂ. തീർച്ചയായും ലജ്ജയും അതുപോലെ തന്നെ മാന്യതയും ആണ് നമ്മുടെ ലക്ഷ്യം. അത് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പ്രവാചകന്മാർ വന്നുകൊണ്ട് സ്ഥാപിതമാക്കിയതും അതുതന്നെയാണ്. അതുപോലെ തന്നെ അവസാനത്തെ ശരീഅത്ത്, അവസാനത്തെ മതം ഇസ്ലാം മുഖേന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഇറങ്ങിയ വിശുദ്ധ ഖുർആനും ഇത് തന്നെയാണ് നമ്മോട് ഉത്ബോധിപ്പിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൻ്റെയും ഔദാര്യത്തിൻ്റെയും ഫലമായി ഹദരത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ മാനവികതയ്ക്ക് വേണ്ടിയുള്ള പ്രകാശപൂരിതമായ ഒരു മിനാരം പോലെയാണ് അള്ളാഹു മസീഹ് ഇസ്ലാമിനെ അയച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു പ്രവാചകന് ബൈഅത്ത് ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്.
നമ്മൾ മസീഹ് ഇസ്ലാമിനോട് ബൈഅത്ത് ചെയ്ത് ദീനിനെ ദുനിയാവിലെ എല്ലാ കാര്യങ്ങളെക്കാളും മുന്തിക്കുമെന്നാണ്. ഈ ഒരു പ്രതിജ്ഞ ചെയ്തതിനു ശേഷം നിങ്ങളുടെ കടമയാണ്, നിങ്ങൾ പരിശ്രമിക്കേണ്ടതുണ്ട്, കഠിന പ്രയത്നം നടത്തേണ്ടതുണ്ട്. നമുക്കുള്ളിൽ ആത്മീയവും ധാർമ്മികവുമായുള്ള ഘട്ടങ്ങൾ നാം വളരെ ഉന്നതമായ നിലവാരത്തിലുള്ള ഘട്ടങ്ങൾ നാം തരണം ചെയ്യേണ്ടതുണ്ട്. ഉന്നതമായ അഭിവൃദ്ധി നാം അതിൽ പ്രാപിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനോടുള്ള കടമകൾ, അതുപോലെ തന്നെ സൃഷ്ടികളോടുള്ള കടമകൾ നിറവേറ്റേണ്ടത് നമ്മുടെ ദീനിന്റെ ഭാഗമാണ്, ദീനിന്റെ രത്നചുരുക്കമാണ്. നമ്മൾ മസീഹ് ഇസ്ലാമിനോട് ബൈഅത്ത് ചെയ്തത് അള്ളാഹുവിനോടുള്ള കടമകൾ നിറവേറ്റുകയും അള്ളാഹുവിന്റെ സൃഷ്ടികളോടുള്ള കടമകൾ നിറവേറ്റാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണ്. അതോർക്കേണ്ടതുണ്ട്. നിങ്ങൾ എല്ലാ തരത്തിലുള്ള നന്മകളും അതുപോലെ തന്നെ നല്ല കാര്യങ്ങളും സൽക്കാര്യങ്ങളും സ്വാംശീകരിക്കാനും നിങ്ങൾ സത്യത്തിൽ നിലനിൽക്കാനും വേണ്ടി നിങ്ങൾ ശപഥം ചെയ്തവരാണ്. നിങ്ങൾ മക്കളുടെ സൽശിക്ഷണത്തിന് വേണ്ടി നിങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ്. നിങ്ങൾ പ്രതിജ്ഞ ചെയ്തത് നിങ്ങൾ ദീനിന് വേണ്ടി എല്ലാ തരത്തിലുള്ള ത്യാഗങ്ങളും സന്തോഷം വരിക്കുമെന്നാണ്. നിങ്ങൾ ഈ ശബ്ദങ്ങളെ കുറിച്ച് നിങ്ങൾ അവധാനപൂർവ്വം ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ബൈത്തിന്റെ വചനങ്ങൾ വളരെ നിസ്സാരമായ അല്ലെങ്കിൽ ഒന്നുമില്ല ഒരു കാര്യമല്ല. അതിന് ഒരു വളരെ വിശാലതയും വളരെ ആഴവും പരപ്പുമുള്ള വാക്കുകളാണത്. നിങ്ങളെ എപ്പോഴും തന്നെ സ്വയം സന്തോഷത്തോടെ ഇഷ്ടത്തോടെ അള്ളാഹുവിൻ്റെയും അവൻ്റെ സൃഷ്ടികളോടുള്ള കടമകൾ നിറവേറ്റാൻ വേണ്ടി എപ്പോഴും നിങ്ങൾ മുന്നോട്ട് വരണം. നിങ്ങൾ എന്നോടൊപ്പം ഇപ്പോൾ ലജ്നയുടെ പ്രതിജ്ഞ ഏറ്റുചൊല്ലുകയുണ്ടായി. ഇത് വെറും ഒരു കടമയല്ല, കടന്തള്ളലല്ല. ഇതിൽ അള്ളാഹു കൽപ്പന നൽകിയിരിക്കുന്നത്, അള്ളാഹുവിൻ്റെ നിർദ്ദേശം എന്നത് ഒരു വിശ്വാസി തൻ്റെ പ്രതിജ്ഞയ്ക്ക് അവൻ ഉത്തരവാദിയാണ്, ഉത്തരം നൽകേണ്ടി വരും എന്നാണ് അള്ളാഹു നമ്മൾ പഠിപ്പിച്ചത്. അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹവും ഔദാര്യവുമാണ് നമ്മിലുള്ളത്. നമ്മൾ വിവിധ പ്രയാസങ്ങളും ദുരിതങ്ങളും കഷ്ടങ്ങളും അനുഭവിച്ചുകൊണ്ടാണ് നിങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഈ ഇസ്തമയിലേക്ക് വന്നത്. മാഷാ അല്ലാ, ഇത് സാക്ഷ്യം വഹിക്കുന്നത്, ഇക്കാര്യം സാക്ഷ്യം വഹിക്കുന്നത്, നിങ്ങൾ ഈ കഷ്ടപ്പെട്ട് ഇവിടെ യാത്ര ചെയ്ത് വന്നത് സാക്ഷ്യം വഹിക്കുന്നത്, അതിൽ നിന്ന് തെളിയുന്നത് നിങ്ങൾ ദീനിനെ ദുനിയാവിന്റെ എല്ലാ കാര്യങ്ങളെക്കാളും മുന്തിക്കുന്നു എന്നതാണ്. എന്നാൽ ഭൗതികത, അതുപോലെ തന്നെ ഭൗതിക ആഗ്രഹങ്ങൾ എന്നത് മനുഷ്യനെ പെട്ടെന്ന് തന്നെ തന്നിലേക്ക് സ്വാംശീകരിക്കുന്ന കാര്യമാണ്, ആകർഷിക്കുന്ന കാര്യമാണ്. അങ്ങനെ മനുഷ്യൻ മതപരമായ കടമകൾ വിസ്മരിക്കുമാറാകുന്നു. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ നിങ്ങൾ മറക്കരുത്. ഭൗതികതയ്ക്ക് ആകർഷണം കൂടുതലാണ്. ദീനിൽ നിന്ന് നിങ്ങളെ വ്യതിചലിപ്പിക്കുന്നതാകരുത്. ഈ കാലഘട്ടത്തിലും ചില സ്ത്രീകളുണ്ട്, അവർ അള്ളാഹുവിന് വേണ്ടി തങ്ങളെ ഭൗതികതയുടെ ആഗ്രഹങ്ങളിൽ നിന്നൊക്കെ അകന്നുകൊണ്ട്, ഭൗതിക വിരക്തി നേടിക്കൊണ്ട് ദൈവിക നിർദ്ദേശങ്ങളെ പാലിക്കുന്നതിൽ പൂർണ്ണമായും ശ്രമിക്കുന്നവരാണ്. അങ്ങനെയുള്ള സ്ത്രീകൾ ഇപ്പോഴുമുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അങ്ങനെയുള്ള ഒരുപാട് അഹമ്മദി വനിതകൾ ലോകത്ത് ആകമാനമുണ്ട്. നന്മ, ഭയഭക്തി, ആത്മാർത്ഥത, അതുപോലെ നല്ല കാര്യങ്ങൾ, അതുപോലെ എല്ലാ സൽക്കാര്യങ്ങളിലും അവർ മുന്നിലാണ്. അതുപോലെ തിന്മകളിൽ നിന്നും ലജ്ജയില്ലായ്മയിൽ നിന്നുമൊക്കെ അവർ അകന്നു നിൽക്കുന്നവരാണ്. അവർ ബുദ്ധിപരമായും അവരുടെ ചിന്തകളോടെയും അവർ അള്ളാഹുവിന്റെ മുന്നിലാണ് നിലനിൽക്കുന്നത്. സമൂഹത്തിൽ തങ്ങളുടെ കടമകൾ സേവനങ്ങളും അവർ അർപ്പിക്കുന്നു. വളരെ കഴിവോടുകൂടി അവർ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. നമ്മെ പിന്തുടരുന്ന നിഴൽ പോലെ ശൈത്താൻ നമ്മെ പിന്തുടരുന്നുണ്ട്. നമ്മുടെ ദൗർബല്യത്തിന്റെ നിമിഷത്തെയാണ് നമ്മുടെ പിശാച് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്, കാത്തു നിൽക്കുന്നത്. അവസരം നോക്കി തക്കം പാർത്ത് നിൽക്കുകയാണ് പിശാച്. നമ്മളെ എങ്ങനെയാണ് നന്മയിൽ നിന്നും അകറ്റി തിന്മയിലേക്ക് കൊണ്ടുപോകാൻ അവസരം പാർത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇസ്തിമയുടെ 3 ദിവസങ്ങളിൽ നിങ്ങൾ ഇവിടെ വന്നുകൊണ്ട് നല്ല കാര്യങ്ങൾ കേൾക്കുന്നതും അതുപോലെ തന്നെ ഇങ്ങനെ പ്രതിജ്ഞ എടുക്കുന്നതും മാത്രം മതിയായതല്ല, മറിച്ച് നിങ്ങളുടെ ആത്മീയ യാത്രയുടെ പ്രാരംഭമായിരിക്കണം ഇത് നിങ്ങളുടെ പരലോകത്തേക്കുള്ള യാത്രയാണ്. ഇതൊരിക്കലും അന്ത്യമില്ലാത്ത യാത്രയാണ്. നിങ്ങൾ എപ്പോഴും നന്മ സ്വാംശീകരിക്കാനും നിങ്ങളുടെ അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹ കടാക്ഷങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന നന്മകൾ സ്വാംശീകരിക്കാൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക.
അള്ളാഹു വളരെ വ്യക്തമായി തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വിശ്വാസിനിയായ സ്ത്രീകളുടെ പ്രത്യേകതകൾ അള്ളാഹു എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒരു മോമിന, ഒരു സത്യവിശ്വാസിനി എന്ന് പറയുന്നത്, അവളുടെ ലക്ഷണം എന്നത് അവൾ അള്ളാഹുവിനെ പൂർണ്ണമായും അനുസരിക്കുന്നതും ഷിർക്കിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിൽക്കുന്നവളുമാണ്. അന്യാരാധനയിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരാണ്. ഷിർക്ക് ഉപേക്ഷിക്കുക എന്നത് എല്ലാ തരത്തിലുള്ള ഷിർക്കും ഉപയോഗിക്കുകയാണ്. ഷിർക്കിൻ്റെ ഏത് തരവുമാകട്ടെ അതിൽ നിന്നൊക്കെ സ്വയം രക്ഷപ്പെടുത്തുക എന്നതാണ്. ദീനിൻ്റെ അടിസ്ഥാനം എന്നത് ഷിർക്കിൽ നിന്നും ദൈവാരാധനയിൽ നിന്നും പുറമെയുള്ള ആരാധനയിൽ നിന്നും വിട്ടുനിൽക്കുക എന്നാണ്. മനുഷ്യർ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാകില്ല, എന്നാൽ അറിയാതെ കണ്ട് അവൻ ഷിർക്കിൽ ഉൾപ്പെടുന്നു. അതുകൊണ്ട് എപ്പോഴും ജാഗ്രത പാലിക്കുക. നിങ്ങളെ എല്ലാ തരത്തിലുള്ള ഗോപ്യമായ ചെറിയ ചെറിയ ഷിർക്കിൽ നിന്നും നിങ്ങൾ സ്വയം രക്ഷപ്പെടുക. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ ആരാധനകളിൽ നിങ്ങൾ എപ്പോഴും മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുക. സ്ഥിരമായി നിങ്ങൾ ആത്മവിശകലനം ചെയ്തുകൊണ്ടിരിക്കുക, ആത്മപരിശോധന ചെയ്തുകൊണ്ടിരിക്കുക. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നിങ്ങൾ പാലിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ നിങ്ങൾ ദിക്റിലാഹിൽ മുഴുകിക്കൊണ്ടിരിക്കുക. അള്ളാഹുവിൻ്റെ ഗുണനാമങ്ങളെ, സിഫത്തുകളെ നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കുക. ആ സിഫത്തുകൾ, അള്ളാഹുവിൻ്റെ ഗുണനാമങ്ങൾ നിങ്ങൾ ദിക്ർ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ദിക്ർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ശക്തമായ ഒരു അടിത്തറ നിങ്ങൾക്ക് നൽകുന്നതാണ്. ഞാൻ മുമ്പുള്ള ഖുത്ബയിലും പറഞ്ഞു, സലാത്ത് ചൊല്ലാനും പറഞ്ഞു, ഇസ്തിഗ്ഫാർ ചൊല്ലാനും പറഞ്ഞു. അതൊക്കെ നിങ്ങൾ പ്രാവർത്തികമാക്കുക, ചൊല്ലുക, നിരന്തരം ചൊല്ലുക. ഇത് നിങ്ങളെ ശൈത്താന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാണ്. അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൽ നിങ്ങൾക്ക് അഭിവൃദ്ധിപ്പെടാനും അങ്ങനെ സാധിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നതിന് നിങ്ങൾക്ക് അങ്ങനെ ശക്തിയും അള്ളാഹു അത് മുഖേന പകരുന്നതാണ്. അള്ളാഹുവിൻ്റെ ആരാധനയിൽ നിങ്ങൾ ഉൾപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ അള്ളാഹുവിനെ ദിക്ർ ചെയ്തുകൊണ്ടിരിക്കുക, ദിക്റിലായി ചെയ്തുകൊണ്ടിരിക്കുക. ദൈവിക സ്മരണകൾ നിങ്ങൾ മുഴുകുക, വ്യാപൃതരാകുക. അതുപോലെ തന്നെ 5 നേരം നമസ്കാരത്തിന് മക്കളെ സജ്ജരാക്കുക, അത് പരിശീലിപ്പിക്കുക. ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട്, ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. മുസ്ലിം സ്ത്രീയുടെ അള്ളാഹുവിനാൽ അർപ്പിതമായ ഉത്തരവാദിത്വം എന്നത് ആത്മീയവും ധാർമ്മികവുമായ തങ്ങളുടെ മക്കളുടെ പരിപാലന, ശിക്ഷണം, അത്തിന് ഉത്തരവാദിത്വം അവർക്കാണുള്ളത്. അതുകൊണ്ട് സ്ത്രീകൾ ഇതിനെക്കുറിച്ച് അവർക്ക് വളരെ പ്രധാനമായ ഉത്തരവാദിത്വവും പങ്കുമാണുള്ളത്. സമൂഹത്തിൻ്റെ നന്മയും സമൂഹത്തിലുള്ള ഭയഭക്തിയും ഉളവാക്കുക, സമൂഹത്തിൽ വാർത്തെടുക്കുക എന്നത് സ്ത്രീയുടെ ഒരു പ്രധാന കടമയാണ്. അതുകൊണ്ട് ഒരു അഹമ്മദി മാതാവും തൻ്റെ ഈ സുപ്രധാനമായ കടമയായി ഇതിനെ മനസ്സിലാക്കുക. മക്കളെയും അതുപോലെ തന്നെ വരും തലമുറയെയും ഇക്കാര്യങ്ങൾ പാലിക്കുന്നതാക്കി മാറ്റാൻ വേണ്ടി, അതുപോലെ തന്നെ അള്ളാഹുവുമായി അവർ സ്ഥിരമായ ഒരിക്കലും വേർപെടാത്തൊരു ബന്ധം ഉണ്ടാക്കാൻ വേണ്ടി അവർ ശ്രമിക്കേണ്ട. ദീനിൻ്റെ ചുരുക്കം ഇതാണ്. അവർ ആ മക്കളും സന്താന പരമ്പരയും അവർ വളർന്നു വലുതായാൽ തഖ്വയുടെ, ഭയഭക്തിയുടെ ആ ഒരു ദീപശിഖ അവർ ഉയർത്തിപ്പിടിക്കുന്നവരായി മാറുന്നതാണ്. തങ്ങളുടെ മക്കളിൽ അവർ പഠനത്തിലും വിദ്യാഭ്യാസ കാര്യത്തിലും പുരോഗതി പ്രാപിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. അവരുടെ ദീനീ പരിജ്ഞാനത്തിലും അവർ മുൻപന്തിയിൽ ആകാൻ വേണ്ടി ശ്രമിക്കുക. ദീനിനെ കുറിച്ച് അവർക്ക് പൂർണ്ണമായ അവബോധം ഉളവാക്കേണ്ടതും നിങ്ങളുടെ കടമയാണ്. നിങ്ങളുടെ മക്കളോടുള്ള നിങ്ങളുടെ കടമകൾ നിങ്ങൾ നിറവേറ്റുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ആ ഒരു അനുഭൂതി ഉണ്ടാകുക, നിങ്ങൾക്ക് മനസ്സിലാകുക. ഇത് മുഖേനയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ, സമൂഹത്തിന് വേണ്ടി നിങ്ങൾ നല്ല മക്കളെ, സമൂഹത്തിന്റെ നന്മയ്ക്കും അഭിവൃദ്ധിക്കും നിമിത്തമാകുന്ന ഹേതുവാകുന്ന മക്കളെ നിങ്ങൾക്ക് അങ്ങനെ മാത്രമേ വാർത്തെടുക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ നിങ്ങളുടെ മക്കൾ ഇസ്ലാമിനെ സേവിക്കുന്ന, ഇസ്ലാമിന്റെ സേവകരായി മാറുന്നതും, അതുപോലെ തന്നെ അവരുടെ വരും തലമുറകളിലും തലമുറയായി അവർ നന്മയിൽ മുന്നേറുന്നവരും മറ്റുള്ളവർക്ക് നന്മ പകർന്നവരുമാകുന്നതാണ്. അങ്ങനെ ജമാഅത്തും അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. ഖലീഫത്തുൽ മസീഹ് ഏതെങ്കിലും മഅറൂഫായ ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് അനുസരിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ മഅറൂഫായ തീരുമാനം എന്ന് പറയുന്നത്, ഖലീഫയുടെ മഅറൂഫായ തീരുമാനം എന്നത് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാൻ വേണ്ടിയുള്ള കൽപ്പനകളാണ്. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആജ്ഞകൾ പാലിക്കുന്നതിന് വേണ്ടിയാണ് ഖലീഫയുടെ മഅറൂഫായ നിർദ്ദേശം. അതുപോലെ തന്നെ മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാം നൽകിയ കൽപ്പനകൾ പാലിക്കാനാണ് ഖലീഫ മഅറൂഫായ തീരുമാനമെടുക്കുന്നത്.
അതുപോലെ തന്നെ മനുഷ്യൻ്റെ അഭിവൃദ്ധിക്ക് കാരണമാകുന്ന കാര്യങ്ങളാണ് ഖലീഫ നിർദ്ദേശിക്കുന്നത്. ഖലീഫയുടെ മാറൂഫായ നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിലൂടെ ജമാഅത്തിൻ്റെ അംഗങ്ങൾ അവർ അത് അള്ളാഹുവിൻ്റെ കൽപ്പനകളെ പിൻപറ്റിയിട്ടുള്ളതാണ്, പിന്തുടർന്നു കൊണ്ടുള്ളതാണെന്ന് അവർ മനസ്സിലാക്കണം. ജമാഅത്ത് അംഗങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ഉത്തരവാദിത്വം എന്നത് അള്ളാഹു നിങ്ങളെ അവൻ്റെ കൽപ്പനകൾ പ്രവർത്തിക്കാനുള്ള തൗഫീഖ് നൽകിയെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അതോടൊപ്പം നിങ്ങൾ ദുആ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ കഠിന പ്രയത്നം ചെയ്യണം, നിങ്ങൾ ഒരുപാട് ത്യാഗങ്ങളും വരിക്കണം ഇതിനു വേണ്ടി. മറ്റൊരു നന്മ എന്ന് പറയുന്നത് നിങ്ങൾ ഒരു അഹമ്മദി എന്നതിൽ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു നന്മ, നിങ്ങൾക്ക് നൽകിയ അമാനത്ത്, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള നിങ്ങൾക്ക് നൽകിയ സൂക്ഷിപ്പ് മുതൽ അല്ലെങ്കിൽ വിശ്വസ്തത എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ത്യാഗത്തിൻ്റെ മനോഭാവം ഉളവാക്കുക. നിങ്ങളെപ്പോഴും സത്യത്തിൽ നിലകൊള്ളുക. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഒരിക്കലും കളവ് പറയുന്നവരായി മാറരുത്. ചിലർ പകുതി സത്യം പറയുന്ന അർദ്ധസത്യങ്ങളിൽ തൃപ്തരാകുന്നു, അല്ലെങ്കിൽ വളച്ചൊടിച്ച് സംസാരിക്കുന്നു. ഒരു വ്യക്തിക്കും ഇതുപോലുള്ള കാര്യങ്ങൾ പാലിക്കാൻ പാടില്ല. കൗലൻ സദീദ, അതായത് നേരായ വാക്ക്, ചൊവ്വായ വാക്കായിരിക്കണം നമ്മൾ സംസാരിക്കുന്നത്. തർബിയത്ത് ഡിപ്പാർട്ട്മെന്റ്, തർബിയത്ത് വകുപ്പ് ഇതിനു വേണ്ടി ലജ്നക്കും നാസ്രാത്തിലും അവർ സത്യത്തിൽ അടിയുറച്ചു നിൽക്കാൻ വേണ്ടിയുള്ള പ്രേരണ നൽകാൻ വേണ്ടിയുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ആത്മീയവും ധാർമ്മികവുമായ ഒരു വലിയ മഹത്തായി വിപ്ലവം സംജാതമാക്കാൻ നമുക്കങ്ങനെ സാധിക്കും. തബ്ലീഗ് ഡിപ്പാർട്ട്മെന്റ് അത് ചെയ്യേണ്ടതുണ്ട്. എപ്പോഴും വിശ്വസ്തത നിങ്ങൾ നിലനിർത്തണം, ഈമാനുള്ളവരായി മാറണം. ഏതെങ്കിലും തരത്തിൽ ഈ കാര്യത്തിൽ ദൗർബല്യമുണ്ടെങ്കിൽ, വ്യക്തിപരമായ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളിൽ ഇത് ഉണ്ടെങ്കിൽ ആ ഒരു ദൗർബല്യം ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം. അള്ളാഹു കൽപ്പിക്കുന്നത് സമൂഹത്തിൽ ദുർഭാവനയും ദുരൂഹതയും ഉളവാക്കുന്ന കാര്യങ്ങളിൽ നിന്നും, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും, അതുപോലെ ജനങ്ങൾക്ക് ഇടയിൽ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും കലഹങ്ങളും ഉണ്ടാകുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കണമെന്ന് അള്ളാഹു വിശ്വാസികളോട് കൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കറ്റുകെട്ടുന്നതിനെ കുറിച്ച്, വ്യാജ കാര്യങ്ങൾ പരത്തുന്നതിനെ കുറിച്ച്, അതുപോലെ തന്നെ ദുർഭാവന വെച്ച് പുലർത്തുന്നതിനെ കുറിച്ച് അള്ളാഹു വിശ്വാസിയെ വിലക്കിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിഷിദ്ധമാക്കിയ കാര്യങ്ങളാണിത്. നിങ്ങൾ ഓർക്കുക, അള്ളാഹു നമുക്ക് നൽകിയ അധ്യാപനം എന്നത് നിങ്ങൾ ജനങ്ങളുടെ ആരുടെയെങ്കിലും കുറിച്ച് നിങ്ങൾ അവരെക്കുറിച്ച് നിങ്ങൾ മോശം പറയുകയാണെങ്കിൽ, അവരെക്കുറിച്ച് നിങ്ങൾ വ്യാജാരോപണം നടത്തുകയാണെങ്കിൽ, നിങ്ങൾ ചെയ്യുന്നത് അവരുടെ മാംസം തിന്നുകയാണ്. നിങ്ങളുടെ സഹോദരൻ്റെ മാംസമാണ് നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ചുള്ള പരദൂഷണത്തിലൂടെ ചെയ്യുന്നത്. ആരെങ്കിലും അവരുടെ അസാന്നിധ്യത്തിൽ അവരെക്കുറിച്ച് കുറ്റം പറയുക, പരദൂഷണം പറയുന്നത് അവൻ്റെ ഇറച്ചി തിന്നതിന് തുല്യമാണ്. ഇത് വളരെ വെറുപ്പുളവാക്കുന്ന കാര്യമാണ്, അനിഷ്ടകരമായ കാര്യമാണ്. ഈ കാര്യം നോക്കുക, ഈ കാര്യം ചിന്തിക്കുമ്പോൾ ഇറച്ചി തിന്നുക എന്നതൊക്കെ അറിയുമ്പോൾ തന്നെ മനുഷ്യന് മനസ്സിൽ വെറുപ്പുളവാകുന്നു. അങ്ങനെ അതിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കുമ്പോൾ സമൂഹത്തിൽ ഒരു നല്ല ഒരു അവസ്ഥ സംജാതമാകും. സമൂഹത്തിൽ പരസ്പര സ്നേഹത്തിൻ്റെ, അതുപോലെ പരസ്പര കടമകളെക്കുറിച്ച് ബോധവാന്മാരാകുന്ന ഒരു അന്തരീക്ഷം സംജാതമാകും. അതുപോലെ തന്നെ അസൂയയും പാടില്ല. അസൂയയും കുശുമ്പും എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഉള്ളിലുള്ള നന്മകളെ തീ എന്ന പോലെ, അഗ്നി എന്ന പോലെ തിന്ന് അത് കരിച്ചു കളയുന്നു. അതിനെ തടഞ്ഞില്ലെങ്കിൽ, അസൂയും കുശുമ്പും തടഞ്ഞിട്ടില്ലെങ്കിൽ, സമയത്തിന് തന്നെ അതിനെ തടയിട്ടിട്ടില്ലെങ്കിൽ, മനുഷ്യൻ പതിയെ ജനങ്ങളെ പ്രാവർത്തികമായും മറ്റുള്ളവരെ നഷ്ടം വരുത്താൻ വേണ്ടി ശ്രമിക്കും. അത് മനസ്സിൽ മാത്രമല്ല പുറമേ അവൻ പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് സ്ത്രീകൾ, ലജ്നകളും നാസ്രാത്തുകളും ഇത്തരത്തിലുള്ള തിന്മകളിൽ നിന്നും രക്ഷപ്പെടേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു നമ്മോട് കൽപ്പിച്ച നന്മകൾ സ്വാംശീകരിക്കേണ്ടതുണ്ട്. എപ്പോഴും ഓർക്കുക, എപ്പോഴും ആത്മാർത്ഥതയോടെ, അതുപോലെ തന്നെ നിഷ്കപടമായി നിങ്ങൾ സമൂഹത്തിൽ മറ്റുള്ളവരോട് പരസ്പര സ്നേഹത്തിൻ്റെയും മറ്റുള്ളവരോടുള്ള സഹാനുഭൂതിൻ്റെയും ഒരു അന്തരീക്ഷം വളർത്താൻ വേണ്ടി ശ്രമങ്ങൾ ഉണ്ടാകണം. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ശ്രമിക്കുക. നിങ്ങളുടെ വീടുകളിൽ ആത്മാർത്ഥതയും സ്നേഹവും നിങ്ങൾ സംജാതമാക്കണം. അങ്ങനെ ഒരു അന്തരീക്ഷം വാർത്തെടുക്കണം.
നിങ്ങളുടെ പട്ടണം, നിങ്ങളുടെ ഗ്രാമം, നിങ്ങളുടെ രാജ്യം, അതുപോലെ തന്നെ ലോകം മുഴുവനും അങ്ങനെ അവസാനം സ്നേഹത്തിൻ്റെയും സഹിഷ്ണുതയുടെയും ഒരു അന്തരീക്ഷത്തിലേക്ക് മാറണം. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹമാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങളത് എപ്പോഴും ഓർക്കുക, നിങ്ങൾ സൗഭാഗ്യവാന്മാരാണ്. അള്ളാഹുവിൻ്റെ വാഗ്ദാന പൂർത്തീകരണം എന്ന നിലയിൽ ആഗതനായ മസീഹ് അലൈഹി ഇസ്ലാമിനെ, അതുപോലെ തന്നെ അഹമ്മദിയ ഖലീഫയെ ബയ്യത്ത് ചെയ്തവരാണ് നിങ്ങൾ. നിങ്ങൾ അള്ളാഹുവിനോട് പ്രതിജ്ഞ എടുത്തത് നിങ്ങൾ ഖലീഫത്തുൽ മസീഹിൻ്റെ എല്ലാ മഅറൂഫായ തീരുമാനങ്ങളെയും അനുസരിക്കുമെന്നാണ്. അതുകൊണ്ട് ലജ്നയുമായുള്ള മെമ്പർമാർ എപ്പോഴും ഈ ഉപദേശം ഓർത്തു വെക്കേണ്ടതാണ്. ഖിലാഫത്തുമായുള്ള ബന്ധം നിങ്ങൾ സുദൃഢമാക്കേണ്ടതാണ്. എപ്പോഴും ഖാലിദിന് ഖലീഫയുടെ തീരുമാനങ്ങളെയും അതുപോലെ കൽപ്പനകളെയും അക്ഷരം പ്രതി പാലിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കേണ്ടതാണ്. നിങ്ങൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല ഖിലാഫത്തിൻ്റെ ഖലീഫയുടെ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും കൽപ്പനകൾക്കും എതിരെ നിങ്ങൾ ചിന്തിക്കാൻ പോലും പാടില്ല. എപ്പോഴും ഖിലാഫത്തിൻ്റെ കോന്തലെ മുറുകെ പിടിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ജമാഅത്തിൻ്റെ അഭിവൃദ്ധി എപ്പോഴും തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. അങ്ങനെ പരസ്പരം ഉള്ള നന്മകളിലുള്ള മുന്നേറാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഒരിക്കൽ എപ്പോഴും ഓർക്കുക, നിസ്സംശയം അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം മഴ കണക്കെ ആകാശത്തിൽ നിന്ന് വർഷിക്കപ്പെടുന്നതാണ്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പരിശ്രമിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ചിലപ്പോഴൊക്കെ ചില വരണ്ട ഭൂമി പോലും ആകാശത്തു നിന്നുള്ള മഴ വർഷപാതം കാരണം അത് ഹരിതാപമാകുന്നത് പോലെ നിങ്ങളുടെ ഹൃദയത്തിലും ഉണ്ടാകുന്നതാണ്. നിങ്ങൾ ലോകത്ത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ലോകത്തിനെ ഒരു സ്വർഗതുല്യമാക്കി മാറ്റുന്നതാണ്. അതുപോലെ വരും തലമുറക്ക് നിങ്ങൾ അവരുടെ വഴി, നിങ്ങൾ പാത ഒരുക്കുന്നതാണ്. അങ്ങനെ അവർ ദീനിനെ ദുനിയാവിനേക്കാൾ മുന്തിക്കുന്നവരായി മാറുന്നതാണ്. അള്ളാഹു അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും അള്ളാഹിൻ്റെ തൃപ്തി നിങ്ങൾ കരസ്ഥമാക്കുന്നതായിരിക്കും. അതിൻ്റെ പരിണിത ഫലമായി ലഭിക്കുന്നത് നിങ്ങളുടെ ചിന്തകൾക്കും അപ്പുറമായിരിക്കും. ഞാൻ ദുആ ചെയ്യുകയാണ്, ഹുസൂർ പറയുന്നത്, ഞാൻ ദുആ ചെയ്യുകയാണ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. നമുക്ക് നമ്മുടെ സ്വയം പരിഷ്കരണവും കർമ്മ സംസ്കരണവും നടത്താനും നമ്മുടെ ജീവിതം ഇസ്ലാമിൻ്റെ യഥാർത്ഥ അധ്യാപനങ്ങൾ അനുസരിച്ചുള്ളതായി മാറട്ടെ. അള്ളാഹു എല്ലാ അഹമ്മദി യുവതികൾക്കും സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും കുട്ടികൾക്കുമെല്ലാം തന്നെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അവർക്ക് മക്കളിലും സമൂഹത്തിലും നല്ല പരിവർത്തനം ഉണ്ടാക്കാൻ വേണ്ടി അവർ ഹേതുവായി തീരട്ടെ. അള്ളാഹു എല്ലാ അഹമ്മദി യുവതികളെയും സ്ത്രീകളെയും അഹമ്മദി പെൺകുട്ടികളെയും ലജ്നമായിലയുടെ യഥാർത്ഥ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മുൻനിർത്തി ജീവിക്കുന്നവരാക്കി തീർക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദാസികളായി അവർക്ക് മാറാൻ സാധിക്കട്ടെ. അള്ളാഹു നിങ്ങൾക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ദുആയിൽ നിങ്ങളും പങ്കുചേരുക.